അല്ല, വേറൊരു വിവാദമുണ്ട്. ഇപ്പം മോദി സർക്കാർ അധികാരത്തിൽ കയറിയ പിന്നെ പലതവണ പല പ്രസംഗത്തിലും പറഞ്ഞു ബ്ലാക്ക് മണി പിടിക്കും, ബ്ലാക്ക് മണി പിടിക്കുന്നു. കേരളത്തിലുള്ള ഒരേ ഒരു ബ്ലാക്ക് മണി എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന ആളാണ്. പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ച് വൈറ്റ് മണി ആയിട്ടില്ല. ഇപ്പൊ വൈറ്റാണ് അല്ലേ? കുറച്ച് വൈറ്റ് ആയിട്ട് ഇപ്പോഴും ബ്ലാക്ക് ഉണ്ടെന്നാ പറയുന്നത്. പക്ഷെ ഈ മൃഗങ്ങളെ ഒബ്സർവ് ചെയ്യുന്നത് കാട്ടിപ്പോയിട്ടാണോ അല്ലെങ്കിൽ നാട്ടിലുള്ള സമയത്ത് തന്നെ? വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ കാട്ടി പോണേ. ശരിയാട്ടെ, സിംഹം നടക്കുന്നൊക്കെ നമ്മൾ എവിടെ കാണാനാ? ഇത് മനസ്സിലാക്കണ്ടേ, ഈ മൃഗശാല കിടക്കുന്ന സിംഹം റെസ്റ്റും ഭക്ഷണവും മാത്രമേ ഉള്ളൂ. അത് എണീറ്റ് നടക്കാറൊന്നുമില്ല. ഇത് എവിടുന്ന്? മൃഗശാലയിൽ പോയി സിംഹത്തെ കണ്ടിട്ടുണ്ടാവും. ഞാൻ മൃഗശാലയിൽ പോയി കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും നമ്മുടെ പപ്പേട്ടൻ മായപ്പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ പപ്പേട്ടൻ പറഞ്ഞു, എടോ നമുക്കൊന്ന് മേശത്തി പോടോ, സിംഹത്തെ കാണാടോ. ഓ, പപ്പേട്ടൻ്റെ സൗണ്ട് തന്നെ സിംഹമായിട്ട് മാറി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ പോയി ട്രിവാൻഡ്രം മ്യൂസിയത്തിൽ പോയിരുന്നു. ഇവിടെ 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 നല്ല ഭംഗി, സിംഹമല്ലടോ സിംഹം. അങ്ങനെ സിംഹത്തിൻ്റെ കൂടിന് നേരം ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ സിംഹത്തിൻ്റെ മുമ്പിൽ ഒരു 1.5 കിലോ ബീഫ് ഇട്ടിട്ടുണ്ട്. ഈ ചില സ്ഥലങ്ങളിൽ ഇതിനെ കഴിക്കാതിരിക്കാൻ വേണ്ടി മണ്ണെണ്ണ ചേർത്ത് വെക്കും. കാരണം ഫുഡ് കൊടുക്കണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അതങ്ങനെ കിടക്കും. അപ്പോൾ സിംഹം ഇങ്ങനെ കിടക്കണം. ഈ സ്മെല്ല് കാരണം ഈ ഇറച്ചി നോക്കിയിട്ട് ഈ സിംഹം എപ്പോഴും ഓട്ടർഷ വിളിച്ച് പോണ പോലെ ഇരിക്കുള്ളൂ. ഒരു ഷെയ്ക്ക് ഉണ്ടാവും, വെറുതെ ഒരു ഷെയ്ക്ക്. അപ്പം ഇവിടെ ഈ ഇറച്ചി കിടക്കണം. ഇവിടെ ഒരു കാക്ക, ഈ കാക്ക ഇത് എടുക്കാൻ വേണ്ടി, ഈ കാക്ക 250 ഗ്രാമുള്ളൂ, ഇറച്ചി 1.5 കിലോ. അവന്റെ അതിബുദ്ധി നോക്ക്, ഇതിന് ഒറ്റയടിക്ക് വലിച്ചു കൊണ്ട് പോകാൻ പറ്റില്ല. പക്ഷെ ഈ കാക്ക ഇത് എടുക്കാൻ പറ്റും. ഈ കാക്കയുടെ നടത്തം കണ്ടണ്ട, ഒരു സൈഡ് വെച്ചിട്ട് എങ്ങനെ വരാം. വന്നിട്ട് ഇത് ഇവൻ ഒറ്റ കൊത്തങ്ങോട്ട് കൊത്തി വലിച്ചപ്പോ കിട്ടിയില്ല. ഇവൻ അങ്ങോട്ട് ഉണർന്നു, ഒറ്റ പിടുത്തായി കാക്കാൻ ഈ കയ്യിലുള്ളിൽ പെട്ടു. കാക്ക അവിടെ കിടന്നിട്ട് സിൽക്ക് സ്മിതിയോ ഡിസ്കോ ശാന്തിയോ ആരൊക്കെയാണെന്നറിയില്ല, ഒരു ക്യാമറ ഡാൻസ് ഇതിന്റെ കയ്യിലുള്ളിൽ കിടന്ന് ഒരു കളിച്ചിട്ട് വിട്ടില്ല. അപ്പൊ അപ്പുറത്തെ സിംഹം ജീവനോട് കൂടി ഒരു സാധനം കിട്ടിക്കല്ലോ. ഇവനൊരു വാക്ക് ഇവൻ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ സോൾവ് ചെയ്തോളാം, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. കുറെ കഴിഞ്ഞപ്പോൾ എൻ്റെ പിഷാരടി, എൻ്റെ പൊന്നിക്കാ, ഈ സിംഹത്തിന്റെ കയ്യിൽ ഈ കാക്കയുടെ വാല് മാത്രമുണ്ട്, പപ്പില്ലേ. പിന്നെ കാണുന്നത് ഈ കാക്കനെ കാണുന്നത് നമ്മുടെ ഈ കായയുടെ കുടപ്പം കണ്ടിട്ടുണ്ടാ, ഇങ്ങനൊരു സാധനം, ഒരു പ്രത്യേക ഒരു ജീവി. ഇത് രക്ഷപ്പെട്ടിട്ട് ഈ കാക്ക പറന്ന് ഒറ്റ പോയിട്ട് അവിടെ ഉള്ള മറ്റേ ഗ്രില്ലുണ്ട് ഇരുമ്പിന്റെ, അതിൽ തലയിടിച്ച് അവിടെ ഇടിച്ച് ഇവിടെ ഇടിച്ച് തെറിച്ച് ഏതോ ഒരു ഗ്യാപ്പ് കിട്ടി അതിനുള്ളിൽ കൂടെ കാക്ക പറന്നു പോയി തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു മരത്തിന്റെ മുകളിൽ പോയിരുന്നിട്ട്, കാക്ക ഞാൻ സിംഹത്തിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് മറ്റുള്ള കാക്കകളോട് വിളിച്ചു പറയാണ്. കാക്ക ആ ഗാംഭീര്യത്തില് ഞാൻ രക്ഷപ്പെട്ടാന്ന് പറയാണ്. കാക്ക ശബ്ദം എല്ലാം പോയി. ആ ഒറ്റ പിടുത്തത്തില് വെളിച്ചെണ്ണ വേറെ പിണ്ണാക്ക് പറയുക.